നമ്മുടെ കൈ നിൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്ന ഹോസ്പിറ്റൽ കേസാണ്, അത് മറക്കണ്ട. ഇപ്പോഴേ ഒരു കാര്യം ചെയ്തു വെച്ചോ, വേറെ ഒന്നുമല്ല. നമ്മുടെ ഹോസ്പിറ്റലുകൾ ബൂത്ത് 2023 മുതൽ കേരളത്തിലുള്ള സകല ഹോസ്പിറ്റലും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള സകല ഹോസ്പിറ്റലുകളും പിന്നെ അമേരിക്കയിലുള്ള 1-2 കമ്പനികൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആസ്ട്ര ആയാലും ബേബി മെമ്മോറിയൽ, അങ്ങനെ ലിസ്റ്റ് പറയാത്ത തന്നെ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. അത് ഞാൻ ഈ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ഇൻഷുർ എടുത്തു വെച്ചാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പനിയായിട്ട് 2 ദിവസം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ മിനിമം 30,000 രൂപയെങ്കിലും അവിടെ ബില്ലാവുന്നുണ്ട്. അപ്പൊ ഈ ഏതെങ്കിലും ഒരു ഇൻഷുർ എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഉദ്ദേശിച്ച നല്ല ഇൻഷുർ നോക്കി തന്നെ സെലക്ട് ചെയ്യുക. കാര്യം ആദ്യം തന്നെ പൈസ കൊടുക്കാത്ത ഈ പിന്നെ നമ്മുടെ ഈ ID പോളിസി നമ്പർ മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കുറേ ഇൻഷുറൻസ് ഉണ്ട്. അത് ഏതെങ്കിലുമൊക്കെ എടുത്തു വെച്ചോ. വേറെ ഒന്നും കൊണ്ടുള്ള സകല വലിയ വലിയ ഹോസ്പിറ്റലുകളെല്ലാം ഓരോ ബെഡിന്റെ പുറത്തും കോടികളാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ കൈക്കലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്തെങ്കിലും, നമ്മളെല്ലാവരും വാഹനത്തിൽ സഞ്ചരിക്കുന്നവരും പിന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യനാണ്. എന്ത് രീതിയിൽ ഏത് രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വള്ളികൾ വന്ന് കയറാം. അപ്പൊ അതിന്റെ പേര് ഇതിനൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാക്സിമം എത്രയും വേഗം ഒരു ഇൻഷുർ എടുക്കുക. EMI വ്യവസ്ഥയിലൊക്കെ ഇൻഷുർ അടപ്പുണ്ട്. പിന്നെ 7,000 രൂപയായാലും 10,000 രൂപയായാലും എല്ലാം ഈ ഒരു വർഷത്തേക്കുള്ള EMI വെച്ചിട്ടാലും നമുക്ക് കുറെ ഇൻഷുർ എടുക്കാൻ പറ്റുന്നുണ്ട്. ഏതെങ്കിലും ഇൻഷുർ, ഞാനിത് പറയാനുള്ള കാര്യം, എൻ്റെ ഒരു സുഹൃത്ത് ബൈക്കിൽ നിന്ന് വേണ്ടി ജസ്റ്റ് കൈ ഒന്ന് ഒടിഞ്ഞായിരുന്നു. അവനിക്ക് ഏകദേശം 1.5 ലക്ഷം രൂപയാണ് കയ്യിൽ നിന്നായത്. ഇൻഷുർ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ആവും, ഒന്നും ആവില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും, ഇപ്പൊ നമ്മളെല്ലാം സഞ്ചരിക്കുക, ഇപ്പൊ നമ്മൾ നേരെ നോക്കി നടന്നാലും ഏതെങ്കിലും വണ്ടി വന്ന് കയറും, അസുഖം പറഞ്ഞെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുകൊണ്ട് എത്രയും വേഗം എൻ്റെ ഒരു ഇതാണ് പറയുന്നത്. കാരണം ഞാനൊരു അനുഭവിച്ച വ്യക്തിയാണ്. എൻ്റെ സുഹൃത്തിനെ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ ഒരു സംഭവം ഞാൻ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. നമുക്ക് കാര്യം ആ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ഞാൻ പിന്നെ എന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതായത് ഞാൻ വിചാരിച്ച് ബേബി മെമ്മോറിയൽ ആസ്ത്ര മാത്രമേ ഉള്ളൂ. അല്ല, അതിന് ഒരു ലോഡ് ഹോസ്പിറ്റലുകൾ അവരെല്ലാം ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാനുള്ള, ഏതെങ്കിലും നിങ്ങൾക്ക് അടുത്തുള്ള ഇൻഷുറൻസ് കമ്പനി ആരെങ്കിലും അന്വേഷിക്കുക. നിങ്ങൾ മറ്റേ പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഏതാണെന്ന് പല യൂട്യൂബ് വീഡിയോസ് വരാറുണ്ട്. അത് നോക്കുക. എത്രയും വേഗം ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഇൻഷുർ എടുക്കുക. EMI അടയ്ക്കുക. നമ്മൾ വണ്ടിക്ക് EMI അടയ്ക്കുന്നുണ്ട്, വീടിന് അടയ്ക്കുന്നുണ്ട്, അപ്പൊ അതിന് നമ്മൾ EMI കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിനു വേണ്ടി. കാര്യം നമ്മൾ സമ്പാദ്യമല്ല ഒരൊറ്റ ചികിത്സയ്ക്കായിട്ട് നമ്മൾ ചെലവാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഇൻഷുർ എത്രയും വേഗം ഇല്ലാത്തവർ പോയി എടുക്കുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഷുർ അല്ലാതെ വേറെ വകുപ്പില്ല. നമ്മൾ വീട് വിറ്റാലും പിന്നെ ചികിത്സയ്ക്കുള്ള അത്രയും ഫണ്ടുകളാണ് അവർ നല്ല രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേര് നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, 10-20,000 രൂപ എടുത്ത് കഴിഞ്ഞാൽ ഫാമിലി ഇൻഷുറൻസ് എല്ലാം കിട്ടും. അത് എത്രയും വേഗം എടുക്കുക, നമ്മൾ സേഫ്റ്റി ആവുക. അല്ലെങ്കിൽ നമ്മുടെ കൈ നിൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്ന ഹോസ്പിറ്റൽ കേസാണ്, അത് മറക്കണ്ട. അതുകൊണ്ട് ഇത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. അതുകൊണ്ട് മാക്സിമം എത്രയും വേഗം ഇൻഷുർ എടുക്കുക. ജസ്റ്റ് ഒരു ഇപ്പം 20% ആദ്യം കൊടുത്താൽ മതി. പിന്നെ EMI ആയിട്ടൊക്കെ വരും. എന്ന് വെച്ചാൽ എത്രയാണോ ഇൻഷുറൻസ്, പ്രത്യേകിച്ച് ഞാൻ ഒരു കമ്പനി പറയുന്നില്ല, എങ്കിൽ നല്ല കമ്പനി എടുക്കുക. അപ്പം ഓക്കെ, ബൈ.